ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 50-ാം വാക്യമാണ് ഇന്ന് നമുക്ക് ശ്രദ്ധയ്ക്കായി നമ്മൾ എടുക്കുന്നത്. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 50. വചനം ഇങ്ങനെ പറയുന്നു, ബാർട്ടിമസ് threw aside his coat, jumped up and came to Jesus. ഹല്ലേലൂയ എന്ന് വായിച്ചേ. അവൻ തന്നെ പുതപ്പ് ദൂരെ കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ആമേൻ, സ്തോത്രം. നമുക്കറിയാവുന്ന ഒരു ഭാഗമായത്. ബർത്തമിയോസ് എന്ന് പറഞ്ഞ ഒരു കണ്ണുപൊട്ടൻ. അപ്പൊ ഈ ബർത്തമിയോസിനെ ദൈവവചനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ വേഴ്സ് നമ്പർ 46, 46-ാം തിരുവചനത്തിനകത്ത് ബർത്തമിയോസിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബർത്തമിയോസ് സൺ ഓഫ് തിമൗസ്, തിമ്മായുടെ മകനായ ബർത്തമിയോ എന്ന് പറഞ്ഞാണ് നമ്മളുടെ ബർത്തമിയോസിനെ പരിചയപ്പെടുത്തുന്നത്. രണ്ട് ബർത്തമിയോസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അവനെ കുറിച്ച് പറയുന്ന അവന്റെ ഏറ്റവും വലിയ വിശേഷത, അവനൊരു കണ്ണുപൊട്ടനായിരുന്നു. ഹി വാസ് എ ബ്ലൈൻഡ് ബെഗർ. ഹല്ലിയ. അവൻ കണ്ണുപൊട്ടൻ മാത്രമല്ല, അവന്റെ അവനൊരു പ്രൊഫഷണൽ ബെഗർ ആയിരുന്നു. അവൻ യാചിച്ച് ജീവിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവന് കുരുടനായിരുന്നു, കണ്ണു കാണത്തില്ലായിരുന്നു, അവനൊരു ബെഗർ ആയിരുന്നു. അവൻ തിമ്മായുടെ മകനായ ബർത്തമിയോ ആയിരുന്നു. അങ്ങനെയാ ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. 4 അവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം, അവന് ലജ്ജയില്ലാത്തവനായിരുന്നു. ലജ്ജയില്ലാത്തത് കൊണ്ടാ അവനെ കുറിച്ച് വചനം എഴുതി വെച്ചിരിക്കുന്നത്. 47-ാം തിരുവചനം അവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, when Bartimaeus heard that Jesus of Nazareth was nearby, he began to shout. അല്ലേ, അവന് ഒച്ചത്തിൽ നല്ല ശബ്ദത്തിൽ ബഹളം വെച്ച് യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചു. അവന് അരികത്ത് കർത്താവിന്റെ, അപ്പൊ അവനെ കാതിന് ഭയങ്കര കേൾവിയായിരുന്നു. അവന് കണ്ണ് മാത്രമേ പൊട്ടിയിട്ടുള്ളായിരുന്നു. പക്ഷെ അവന്റെ വായിക്ക് അവന്റെ ശബ്ദവും അവന്റെ ചെവിക്ക് ഭയങ്കര കേൾവിയുമായിരുന്നു. സ്തോത്രം. അവന് യേശു രോഗസൗഖ്യം നടത്തുന്നവനാണ് എന്ന് അവന് എവിടോ ആരോ ഒക്കെ പറഞ്ഞ് കേട്ടുള്ള ഒരു അറിവായിരുന്നു. ആ അറിവിൽ അവൻ കണ്ണുപൊട്ടനാണെങ്കിലും അവനെ കുറിച്ചൊരു പ്രത്യേകത ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവന്റെ ചെവിക്ക് ഭയങ്കര ചെവിക്ക് കേൾവിയും അവന് ചുറ്റിനുമുള്ളവര് പറഞ്ഞിട്ടുണ്ടാവും, യേശു വരുന്നു, രോഗസൗഖ്യം തരുന്നവൻ വരുന്നു, മനസ്സലിവുള്ളവൻ വരുന്നു എന്നവൻ കേട്ടിട്ടുണ്ട്. അവന് ഇന്നത്തെ കാലത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കേ. ചില കുഞ്ഞുങ്ങളൊക്കെ എന്തുണ്ടേലും അവരൊന്നും അനങ്ങത്തില്ല. അവരിങ്ങനെ നാണം കുണുങ്ങി ഇങ്ങനെ മിണ്ടാതെ അവിടെ ഇരിക്കും. പക്ഷെ വേറെ ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ, ഒന്നും കിട്ടണ്ട, അവരങ്ങോട്ട് വലിയ കഴിവൊന്നും കാണത്തില്ല, എടുത്ത് ചാടി മുന്നോട്ടൊക്കെ ചാടി അവര് നല്ല മിടുക്കരായിട്ട് ചെന്ന് ചാടി പിടിച്ചെല്ലാം നേടിയൊക്കെ അങ്ങ് എടുക്കും അല്ലെ. അതേസമയം എത്ര കഴിവുണ്ടെങ്കിലും നാണം കുണുങ്ങി മിണ്ടാതൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുക. മനുഷ്യരെ നോക്കിയാലും അങ്ങനെ തന്നെയാ. അവര് ആവശ്യമുണ്ട്. പക്ഷെ എങ്ങനെ പോകും, എങ്ങനെ അറിയും, എങ്ങനെ ചെയ്യും, 10 പേര് അറിഞ്ഞ അയ്യോ നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അല്ലെ. അതേസമയം ചില ആൾക്കാരോ, അവർക്കൊരു ആവശ്യം നടക്കണമെങ്കിൽ അവരെങ്ങും ഇടവും വലവും നോക്കത്തില്ല. ഓടിച്ചാടി അവരവരുടെ കാര്യമൊക്കെ എങ്ങനെയും പറഞ്ഞു എടുത്തു ഒക്കെ 10 നാക്കൊക്കെ ഇട്ട് അവരെ അടിച്ചൊക്കെ ബഹളമൊക്കെ വെച്ച് അവരെങ്ങനെയെങ്കിലും അവരുടെ കാര്യമൊക്കെ സാധിച്ചെടുക്കും അല്ലെ. ഇതേപോലെ ആയിരുന്നു ബർത്തമിയോ. അവന് കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷെ അവൻ ഒരു വിധത്തിലും അവനെ ആർക്കും ഒതുക്കി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അവനോട് ആ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നു, അവന് ഉറക്ക ബഹളം വെച്ച് യേശുവേ ദാവീദിന്റെ പുത്ര എനിക്ക് സുഖമാകണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടാവും. എനിക്ക് കണ്ണ് കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളം വെച്ചിട്ടുണ്ടാവും. അത് ആൾക്കാർ അവനോട് പറഞ്ഞത് മിണ്ടാതൊന്നിരിക്കാൻ. അവൻ ആകെ ഇത്രേ പറഞ്ഞുള്ളൂ, യേശുവേ ദാവീദിന്റെ പുത്ര എന്നോടൊന്ന് കരുണയായിരിക്കണം. ഏറ്റവും വലിയ പ്രാർത്ഥനയാ. അവൻ അവിടെ കിടന്ന് അങ്ങ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇവരൊക്കെ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും വചനം പറയുന്നു, അവന്റെ ഒരു സ്വഭാവം അവിടെ കാണിച്ചിരിക്കുന്നത്. ബട്ട് ഹി ഓൺലി ഷൗട്ടഡ് ലൗഡർ. കണ്ടോ, ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു.
ഹല്ലേലൂയ. അവന്റെ കാര്യം നടന്നു കിട്ടണം. ആരെവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും എടുത്താലും എനിക്ക് എന്റെ കാര്യം സാധിക്കണം. സ്തോത്രം. ഇടിച്ചു തള്ളി കേറുന്നവനാ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുന്നത്. അല്ലിയ വെറുതെ കിടന്ന് കട്ടിലേൽ കിടന്ന് ഉറങ്ങിടാ, എന്നെ കർത്താവ് വിടുവിച്ചു, ഹല്ലേലൂയ, എന്നെ കർത്താവ് രക്ഷിച്ചു, ഞാന് ദൈവത്തിനെ ഞാൻ അറിഞ്ഞു, ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇതങ്ങ് നടത്തി തന്നോളൂ, എന്റെ ഭാര്യ യേശുവിനെ അറിഞ്ഞു, എന്റെ ഭാര്യ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞു, ഞായറാഴ്ച ഒരിക്കൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയും ഒക്കെ ഞാൻ വലിഞ്ഞെഴിഞ്ഞങ്ങ് പോകാം, അത് മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ മതിയായി ഇരിക്കത്തതേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ ഉത്സാഹിയാണെങ്കില്, ഉത്സാഹത്തോടെ മുന്നേറാമെങ്കില്, ഹല്ലിയ, കർത്താവിന് ചിലതൊക്കെ ഏൽപ്പിക്കാൻ സാധിക്കും. കർത്താവിന് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. സ്തോത്രം. ഇവനെ നോക്കിയാ കണ്ടോ, ഇവനൊരു ഉത്സാഹിയായിരുന്നു. അവനെ ഒതുക്കാനും മിണ്ടാതാക്കാനും ശ്രമിച്ചാല് ആർക്കും അവനെ മിണ്ടാതാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവനവിടെ ഒതുങ്ങിക്കൊടുത്തില്ല. അവന് ഒന്നും കൂടെ ശബ്ദമെടുത്ത് അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണം. ഹല്ലേലൂയ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ? ദൈവരാജ്യത്തിനകത്ത് ഇതാ വേണ്ടത്. ഹല്ലേലൂയ. ബലാൽക്കാരികള് ബലത്തോടെ അവര് സ്വർഗരാജ്യം കീഴടക്കി എടുക്കുന്നു, അല്ലെ? ദൈവരാജ്യം മുന്നേറുന്നു. എങ്ങനെയാ ഇന്നും നമ്മൾ ലോക രാജ്യങ്ങളിലൊക്കെ കാണുവാണെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളെ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ, എത്രയധികം ഉത്സാഹമുണ്ട്. അല്ലെ? ഉത്സാഹം കൂടുന്തോറും ഞാൻ പറയട്ടെ, കർത്താവിന് ചിലതൊക്കെ ഏൽപ്പിക്കാൻ സാധിക്കും. നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഉത്സാഹമുണ്ടോ? കർത്താവിന് പലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ സാധിക്കും, നമുക്ക് വേണ്ടി ഇടുക്കങ്ങൾ മാറ്റിത്തരാൻ സാധിക്കും. നമ്മുടെ ഉത്സാഹമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കാണുന്ന ചില ഞങ്ങളിങ്ങനെ ഞങ്ങള് പാടാനും എടുക്കാനും ഒക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ പോകുമ്പോൾ ചില പിള്ളേർക്ക് അവർക്ക് കഴിവൊന്നും ഇല്ല, വലിയ കഴിവ്, അവർക്ക് പാടാനൊന്നും കഴിവുണ്ടായിട്ടില്ല. പക്ഷെ അവര് മറ്റു പിള്ളേരെയൊക്കെ, എന്റെ മക്കളൊക്കെ പാടും, പക്ഷെ എന്റെ മക്കളെക്കാട്ടിലും ഒക്കെ ഇടിച്ച് തള്ളി മുന്നോട്ട് അവര് കയറി. അവർക്ക് വലിയ ഈണമൊന്നുമില്ല ആ പിള്ളേർക്ക്, പക്ഷെ അവർക്ക് ഭയങ്കര സാമർഥ്യമാണ്. അവര് ഞങ്ങളുടെ പാടുന്ന പിള്ളേരിങ്ങനെ മാറി നിൽക്കും, പക്ഷെ ഈ കൊച്ചുങ്ങളോ ഇടിച്ച് തള്ളിയൊക്കെ കയറി, അവർക്ക് ഈണമൊന്നും അറിയത്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ആക്ഷൻ ഒക്കെ കാണിച്ച് അവർ മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ അങ്ങ് പിടിച്ചു പറ്റി അങ്ങ് എടുക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് കർത്താവിന് വേണ്ടത്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് പഠിത്തമുണ്ട്, എനിക്ക് ഞാൻ ഇന്നടത്തിയാ, എൻ്റെ അപ്പനും അമ്മയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാ, വചനം പറയാ, അങ്ങനെയൊന്നും ഇരുന്നിട്ടൊന്നും ദൈവരാജ്യത്തിന് അതൊന്നും കിട്ടത്തില്ല. സ്തോത്രം. തിരുവചനം പറയുന്ന ഇടിച്ചു തള്ളി കേറുന്നവന്, ഹല്ലേലൂയ, സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റും. സ്തോത്രം. എന്നൊന്ന് പറഞ്ഞ് ഞാൻ ഇടിച്ചു തള്ളിക്കേറി ഞാൻ എൻ്റെ നന്മകളെ കൈവശമാക്കും. സ്തോത്രം. ഈ ബർത്തമിയോസ് അങ്ങനെയാ ചെയ്തത്. ഹല്ലേലൂയ. അവൻ പിച്ചക്കാരനായിരുന്നെന്നുള്ള ചിന്ത അവന്റെ അകത്ത് അവനെ നിയന്ത്രിച്ചില്ല. അയ്യോ, ഞാൻ പിച്ച യാചിക്കുന്നവനല്ലേ, എന്നെ ഇവരൊക്കെ ഇതാ വലിയവരല്ലേ, ഇവരൊക്കെ മിണ്ടാതിരുന്നേക്കാം, മറ്റുള്ളവര് കണ്ട അയ്യോ നാണക്കേട്, ഞാൻ കൈയൊക്കെ ഉയർത്തിയാൽ മറ്റുള്ളവരൊക്കെ ഞാൻ കൈ ഉയർത്തി കൈയൊക്കെ അടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അയ്യോ നാണക്കേട്, എന്റെ വീട്ടിലെ ആൾക്കാർ, എന്റെ അയലോക്കക്കാർ, ഇനി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെന്നെ കളിയാക്കും. അവര് ചോദിക്കും, അയ്യോ നീ ഇത്ര ഒച്ചയ്ക്ക് പാടിയോ, നീ ഇങ്ങനെ തുള്ളിച്ചാടിയോ, നാണക്കേടില്ല. അങ്ങനെ നാണക്കേട് തോന്നിയാൽ അങ്ങനെ അവിടെ ഇരിക്കേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ലജ്ജയൊക്കെ ഉരിഞ്ഞു വെച്ചേച്ച് അവനെ കുറിച്ച് പറയുന്നു, അവന് ഒന്നും കൂടെ, അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ അവൻ ഒന്നും കൂടെ ബഹളത്തില് ഒച്ച വെച്ച് എനിക്ക് സൗഖ്യമാകണം. കണ്ടോ, കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അടുത്ത വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നു, മാർക്ക് 10:49, മർക്കോസിന്റെ സുവിശേഷം 10:49, ഇവൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. കർത്താവ് ഇത് കേട്ടിട്ട് കർത്താവ് പറഞ്ഞു, അവനോട് പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. ആരും മിണ്ടാതിരിക്കാൻ ഇവനോട് പറഞ്ഞോ, അവരോട് തന്നെ പറഞ്ഞു, അവനോട് പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞേ, എന്റെ കർത്താവിന്റെ ദൃഷ്ടിക്കകത്ത് ഞാൻ പെടുക തന്നെ ചെയ്യും. സ്തോത്രം. കർത്താവ് നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ കർത്താവിന് നമ്മുടെ ഉത്സാഹവും കാണുന്നുണ്ട്. നമ്മൾ ഗിദിയോനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത്? ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ഗിദിയോൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരന്
കാരണം എങ്ങനെ ദൈവത്തിന് ഹേ പരാക്രമശാലിയെ എന്നൊക്കെ വിളിച്ചിട്ട് എങ്ങനെ അവന് ദൗത്യം ഏൽപ്പിക്കാതിരിക്കാൻ ഇരിക്കാതെ പറ്റും. അവനെ നമ്മൾ നോക്കുമ്പോ സ്തോത്രം, ഈ ഗിദിയോൻ മറ്റെല്ലാരും പേടിച്ച് വിറച്ച് ഭയന്ന് അവര് ഗുഹകൾക്കകത്തൊക്കെ മിതിയാന്മാരെ പേടിച്ച് അവര് പോയി ഒളിച്ചിരുന്നു. പക്ഷെ ഗിദിയോനെ കുറിച്ച് പറയുന്നത് ന്യായാധിപൻ ജഡ്ജസിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനത്തിനകത്ത് പറയുന്നത്, Gideon son of Joash was threshing wheat at the bottom of a wine press to hide the grain from the Midianites. കണ്ടോ, Judges chapter 6 verse number 11. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 11 എല്ലാരും ഗുഹകൾക്കകത്ത് ഒളിച്ച് കിടക്കുമായിരുന്നു, ഇരിക്കുമായിരുന്നു. അവര് പേടിച്ച് 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 എവിടെയൊക്കെ പോയി ശത്രുവിൽ നിന്ന് ഭയന്ന് പോയി ഒതുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ ഗിദിയോനെ കുറിച്ചോ, ഗിദിയോൻ പെട്ടെന്ന് ചെന്ന് അവന്റെ അപ്പന്റെ ആ വൈൻ പ്രസ്സിൽ ചെന്നിട്ട് അവൻ ആ നെല്ലെല്ലാം എടുത്ത്, ആ കൃഷിയെല്ലാം എടുത്ത്, ഗോതമ്പ് അല്ലെ, വീറ്റ്, ഗോതമ്പെല്ലാം എടുത്ത് പെട്ടെന്ന് അതിനെല്ലാം ഒന്ന് വായിച്ചേ. 11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അതിന്റെ അടുത്ത ഭാഗ്യം ഗിദിയോൻ എന്തുവാ ചെയ്തോണ്ടിരുന്നത് അവിടെ പറയുന്നുണ്ട്. അതാണ് യോവാശിന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്. കണ്ടോ, മിദ്യാന്മാരുടെ കയ്യിൽ തന്റെ അപ്പന്റെ പറമ്പിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗോതമ്പ് ശത്രുവിന്റെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? ഒറ്റയ്ക്ക് വന്ന് പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. കണ്ട് അവൻ അധ്വാനിക്കുമായിരുന്നു. അവന് ഭയമില്ലായിരുന്നു. മിതിയാന്മാർ അയ്യോതാണ് ഇപ്പം കേറി വരും, എന്നെ വിഴുങ്ങും എന്ന് പറഞ്ഞ് അവന് പേടിയൊന്നുമില്ലായിരുന്നു. അവൻ ധൈര്യത്തോടെ ഇരുന്ന് അവന്റെ അപ്പന്റെ എന്താ ഗോതമ്പ് കൃഷി അവന് അത് പ്രൊഡക്റ്റീവ് ആക്കുമായിരുന്നു, അല്ലെ? അവനത് അധ്വാനിക്കുമായിരുന്നു. സ്തോത്രം. ദൈവത്തിന് എങ്ങനെ അവനെ എടുത്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. ഇന്ന് ബലാത്കാരികൾക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നത്. പത്രോസിനെ എങ്ങനെ കർത്താവിന് അവരുടെയൊക്കെ ആ ശിഷ്യന്മാരുടെ ലീഡർ ആക്കാതിരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. നമ്മള് പത്രോസിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇടിച്ചു തള്ളി കയറി ഞാനുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മിണ്ടാതൊക്കെ ഇങ്ങനെ ഇരുന്നു. കഴിവുണ്ടേലും കഴിവില്ലേലും എന്തുണ്ടേലും സംസാരിക്കാൻ അറിയാമെങ്കിലും പൊട്ടത്തെറ്റാ വിളിച്ചു പറയുന്നെങ്കിലും പത്രോസ് പറഞ്ഞു, ഞാനുണ്ട് കർത്താവേ നിന്റെ കൂടെ, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വെള്ളത്തെ നടക്കാം, എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ ഞാൻ അങ്ങനെ ചെയ്യാം, എനിക്കത് വേണം, എനിക്കിത് എടുത്ത് ചാടി അങ്ങ് മുന്നിൽ കയറി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് എല്ലാ ലജ്ജയും മുരിഞ്ഞു മാറ്റി വെച്ചത് ഈ മനുഷ്യൻ വേറൊരു കാര്യവും കൂടെ ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 10:50 അതായത് നമ്മൾ തുടക്കത്തിൽ വായിച്ചു കേട്ട ആ ഭാഗം ബർത്തമിയോസ് എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ കുറെ വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ അവന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പുതപ്പായിരിക്കും, പാരമ്പര്യമായിട്ട് അവന് നൽകിയ ഒരു പുതപ്പായിരിക്കും. ഈ പുതപ്പ് എന്തിനായിരുന്നു? ഇവൻ പിച്ചക്കാരനല്ലേ, കണ്ണുപൊട്ടനല്ലേ, ഇവൻ ആ റോഡ് സൈഡിൽ ജീവിക്കുന്നവനല്ലേ, അവനൊരു വീടും ഒന്നുമില്ല, റോഡിന്റെ അരികത്ത് അവൻ ജീവിക്കുന്ന. ഒരുപക്ഷെ അവൻ പുതച്ചോണ്ടിരുന്ന് അവൻ എല്ലാത്തിൽ നിന്നൊന്നും മറയായിട്ടിരുന്ന ഒരു പുതപ്പായിരുന്നു. അവൻ ഇങ്ങനെ കൊണ്ടുവന്ന, ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം കാണും, ആ തുണിക്കഷ്ണം നനയ്ക്കാൻ കൊടുക്കത്തില്ല, ആരുടെയും കയ്യിൽ വിട്ടുപിരിയത്തില്ല, അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, അല്ലെ? അവരുടെ കയ്യിൽ എപ്പോഴും ആ തുണിക്കഷ്ണം കാണും, സ്തോത്രം. അല്ലെങ്കിൽ ഒരു ടോയ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം. അതേപോലെ ഇവന്റെ വിട്ടുപിരിയാത്ത ഒരു കൂടപ്പുറപ്പായിരുന്നു ഇവന്റെ ഈ പുതപ്പ്. ഈ പുതപ്പിനകത്തായിരുന്നു ഇവൻ ഒളിച്ചോണ്ടിരുന്നത്. ആ പുതപ്പ് വിരിച്ചായിരുന്നു പിച്ചയാച്ചോണ്ടിരുന്നത്. ഈ പുതപ്പ് ഇവന്റെ അടയാളമായിരുന്നു. ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ പുതപ്പെടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞേച്ച് ഇവൻ കർത്താവിന്റെ അടുക്കൽ ഓടിച്ചെന്ന്, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ഓർക്കും ഇവൻ എങ്ങനെ വീഴാതെയും തല്ലാതെയും യേശു കർത്താവിന്റെ മുമ്പിൽ ഓടി അവിടെ ചെന്നെന്ന്. ഹല്ലേലൂയ. അവൻ ചെന്ന് അവന്റെ കാര്യം അങ്ങ് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് കാണണം. സ്തോത്രം. അവൻ നോക്കിയില്ല അവൻ കുളിച്ചിട്ടുണ്ടോ, അവന് സൗന്ദര്യമുണ്ടോ, അവന് നാറ്റമുണ്ടോ, അവൻ നോക്കിയില്ല യേശു അവനോട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും, ഒന്നും. അവൻ ഒരു ലജ്ജയുമില്ലായിരുന്നു. വേഴ്സ് 46-ാം തിരുവചനം തുടങ്ങുമ്പം തൊട്ട് നമ്മൾ അവനെ കാണുന്ന, അവന് ലജ്ജയില്ലാതെ അവൻ കർത്താവിന്റെ പിന്നാലെ പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ഈ വർഷ അവസാനം വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും പുതപ്പൊക്കെ പിടിച്ചോണ്ടിരിപ്പുണ്ടെങ്കിൽ സ്തോത്രം,
എനിക്ക് മടിയുടെ പുതപ്പ്, അല്ലെങ്കിൽ ലജ്ജയുടെ പുതപ്പ്, അയ്യോ മറ്റുള്ളവർ കേട്ടാൽ എന്തോ ആയി തീരും എന്നുള്ള പുതപ്പ്, തലക്കനത്തിന്റെ പുതപ്പ്, ഞാൻ ഇന്ന വീട്ടിലെ അല്ലേ ഇന്നടത്തെ അല്ലേ, അയ്യോ അവരൊക്കെ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ എന്തോ തോന്നും, അങ്ങനത്തെ വല്ല പുതപ്പുണ്ടെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയായിരിക്കും, എന്തെങ്കിലും പലവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തിക്താനുഭവമായിരിക്കും. അയ്യോ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരൊന്നും എന്നെ നോക്കി ഒന്ന് ചിരിച്ചില്ല, ഞാൻ ഇനി എങ്ങനെയാ അവിടെ ചെല്ലുന്നത്, അങ്ങനത്തെ വല്ല പുതപ്പുകൾ ഇന്ന് പിടിച്ചോണ്ടിരിപ്പുണ്ടെങ്കിൽ ആ പുതപ്പുകളൊക്കെ ഇന്നൊന്ന് തീരുമാനിച്ച് ഞാൻ ദൂരെ എടുത്ത് എറിയുക. ഇന്ന് ചില പുതപ്പുകളെയൊക്കെ ദൂരെയോട്ട് എടുത്ത് എറിഞ്ഞേ, സ്തോത്രം, ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞേ, ഞാൻ കർത്താവിൽ നിന്ന് ഇന്ന് എനിക്ക് അനുഗ്രഹം പ്രാപിച്ചേ പറ്റൂ. ഞാൻ പുതിയ വർഷത്തിനകത്തേക്ക് കേറുന്നത് എൻ്റെ കയ്യിലുള്ള പഴയ ചില പുതപ്പുകള്, ചില വേണ്ടാത്ത ചില കാര്യങ്ങൾ, ചില സ്വഭാവങ്ങളായിരിക്കാം, ചില ചിന്തകളായിരിക്കാം, അല്ലെ എന്താണോ ഇന്ന് ഒതുക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടയാളമായിട്ട് ഒരു പക്ഷേ ഈ മനുഷ്യന്റെ അടയാളമായിരുന്നായിരിക്കും ഈ പുതപ്പ്. ഹല്ലി അവനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവന്റെ പുതപ്പും കൊണ്ടായിരിക്കും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവൻ അതും കൂടെ ഉള്ളായിരുന്നു അവന് പൊട്ടിക്കാനായിട്ട്. സ്തോത്രം, ഹല്ലിയ. അവൻ അതിനെയൊക്കെ വലിച്ചെറിഞ്ഞേച്ച് അവൻ യേശു കർത്താവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് അവൻ അവിടെ നാണം കുണുങ്ങി ഒന്നും നിന്നില്ല. യോ ഈ കർത്താവിനോട് എങ്ങനെ പറയും? കർത്താവിനോട് ചോദിക്കുക, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരണ്ടേ? ചിലവരാണെങ്കിൽ ഓർക്കും, ഇത് കർത്താവല്ലേ, ഇത് ദൈവമല്ലേ, ദൈവത്തിനെല്ലാം അറിയാമല്ലോ, എനിക്ക് കണ്ണു കാണത്തില്ലെന്ന് അറിയാമല്ലോ, പിന്നെ ഇനി ഞാൻ എന്തിനാ ഇത് പറയണ്ടേ? അങ്ങനെ ചില ചിന്തകൾ പൊങ്ങി വരും അല്ലേ? പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നിടത്ത് എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ, ഞാൻ ചെന്ന് പറയണോ എനിക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടെന്ന്? പ്രാർത്ഥിക്കുന്നവരല്ലേ, അവർക്ക് അറിയത്തില്ലേ എല്ലാം? കർത്താവല്ലേ, കർത്താവിന് അറിയത്തില്ലേ എൻ്റെ സകല ആവശ്യങ്ങളും? ഞാൻ ഇനിയും വല്ലതും പറഞ്ഞു ബുദ്ധിമുട്ടിക്കണ്ടോ? വേണ്ട. അവന് തുറന്ന്, അവന് മടി കൂടാതെ, അവൻ തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യമല്ലേ, അവൻ അവിടെ തുറന്ന് അവൻ പറഞ്ഞു, എനിക്ക് കാണണം, എനിക്ക് കാഴ്ച വേണം. ഇന്ന് എന്താണോ ആവശ്യം കർത്താവിന്റെ സന്നിധിയില്, വലിയ വാക്കുചാതുരി ഒന്നും കർത്താവ് നോക്കുന്നില്ലെന്നേ. നമ്മള് ലിറ്ററേച്ചറിൽ PhD എടുത്തിട്ട് വന്നിട്ടൊന്നും കർത്താവിനോട് പറയണ്ട, കർത്താവ് ഇന്ന വള്ളി പുള്ളി പ്രകാരമേ, അങ്ങനൊന്നും വേണ്ട. കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തെ ആഗ്രഹങ്ങൾ അറിഞ്ഞാൽ മതി. ലജ്ജയില്ലാതെ ദൈവസന്നിധിയിൽ ഓടിക്കേറി ചെല്ലുന്നവന്, ഹല്ലേലൂയ, ലജ്ജയില്ലാതെ തന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നിരത്തി വെക്കുന്നവനെ കർത്താവിന് സൗഖ്യമാക്കാതെ വിടാൻ പറ്റത്തില്ല. കർത്താവിന് പരിഹരിക്കാതെ മടക്കി വിടാൻ പറ്റത്തില്ല. ഇതൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവസന്നിധിയിൽ ഉത്സാഹിയായിട്ട് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അത് ഞാൻ തുടക്കം തൊട്ട് പിള്ളേരുടെ ഒരു ഉദാഹരണം എടുത്തത്. സ്തോത്രം. കഴിവും മിടുക്കും ഒക്കെ അവിടെ കിടക്കും, പക്ഷേ തിടുക്കമുള്ളവന്, ജാഗ്രതയുള്ളവനെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാതെ പറ്റത്തില്ല. സ്തോത്രം. ഇവൻ തുടക്കം തൊട്ടേ അവൻ ഭയങ്കര ജാഗ്രത കാണിച്ചു. മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് അവൻ ശ്രദ്ധിക്കാൻ പോയില്ല. ഒന്നും കൂടെ ഒച്ചത്തിൽ അവൻ ബഹളം വെച്ചു. അവൻ പിടിച്ചു വെച്ചോണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ പുതപ്പ് പലവരുടെയും ജീവിതത്തിനകത്ത് ചില പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന മേഖലകള്. ഇന്ന് ഏതെങ്കിലും പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ഇന്നൊന്ന് പിടിവിടണം. ഇന്നൊന്ന് പറഞ്ഞ് ഞാൻ പിടിവിടുക. ചിലപ്പം ദേഷ്യമായിരിക്കാം, മറ്റുള്ളവരോടുള്ള കയ്പായിരിക്കാം, ചിലപ്പം മറ്റുള്ളവരോടുള്ള വിദ്വേഷമായിരിക്കാം. ഇന്ന് ഈ വർഷ അവസാനത്തിൽ വന്ന് നിൽക്കുമ്പോൾ പുതിയ വർഷത്തിലോട്ട് കയറുന്നത് പുതിയതായിട്ട് വേണം. നമ്മളൊരു ഒരു നല്ലൊരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ചടങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ തേച്ച് മടക്കി വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന വല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? നല്ല നല്ല നീറ്റായിട്ടുള്ളതും കൊണ്ടാ പോകുന്നത്. നാറ്റം പിടിച്ചതും പഴയതും കൊണ്ടൊന്നുമല്ല, പുതിയതും കൊണ്ടാ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പഴയതിനെയൊക്കെ വിട്ടുകളഞ്ഞേച്ച്, ജീർണിച്ചതിനെയൊക്കെ ദൂരെ കളഞ്ഞേച്ച്, എനിക്ക് പഴയതൊന്നും പിടിച്ചോണ്ട് എനിക്ക് പോകണ്ട, പഴയ മനോഭാവങ്ങള്, പഴയ ചിന്തകള്, പഴയ കാഴ്ചപ്പാടെല്ലാം ഈ 2024 ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് പുതിയതായിട്ട് പുതിയ വർഷത്തിനകത്തേക്കൊന്ന് കയറാം. സ്തോത്രം, ഹല്ലേലൂയ. പഴയതിനെ, വേണ്ടാത്തതിനെയൊക്കെ ആ പുതപ്പ് ബർത്തമ്യോസ് എടുത്ത് ദൂരെ എറിഞ്ഞതുപോലെ ഇന്ന് മനഃപൂർവ്വമായിട്ട് എൻ്റെ ജീവിതത്തിൽ പഴയതൊക്കെ എന്തൊക്കെയാ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് എടുത്ത് ദൂരെ എറിയണം. നമ്മുടെ വീടുകൾക്കകത്തൊക്കെ, ഫ്രിഡ്ജിനകത്തൊക്കെ ഈ വർഷമൊക്കെ പലതും സൂക്ഷിച്ചു വെച്ചത് കാണും അല്ലേ? ഈ വർഷാവസാനം എനിക്കൊന്ന് മിക്ക വീടുകൾക്കകത്തും ഫ്രിഡ്ജൊക്കെ എടുത്ത് തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കും.
വൃത്തിയാക്കും. അപ്പൊ എന്ത് ചെയ്യും? പഴയതൊക്കെ എടുത്തിട്ട് ഇനി ഒരു എടുത്ത് കച്ചറയ്ക്കകത്തോട്ട് എടുത്ത് എറിയും അല്ലെ? പഴയത് അയ്യോ ഇത് കൊള്ളത്തില്ല, ഇത് വേണ്ട, ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കണ്ട, നമുക്ക് എടുത്തോണ്ട് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, അതിലും ഉപരിയായി ഇന്ന് പഴയത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പഴയ സ്വഭാവങ്ങള്, പഴയ കയ്പ്, പഴയ പിണക്കം, പഴയ വിദ്വേഷം, വിട്ടുകൊടുക്കാൻ പറ്റാത്ത മേഖലകള്, പഴകിയ ചിന്തകള്, സ്തോത്രം, അതൊന്നും വേണ്ട. ഇന്ന് അതിനെയൊക്കെ ഒന്ന് കൊടഞ്ഞു കളഞ്ഞ്, ഇന്ന് അതിനെയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞേച്ച് അല്ലെ ഇന്നൊന്ന് തീരുമാനമെടുത്തേ, ഞാൻ ഉത്സാഹത്തോടെ ദൈവസന്നിധിയിൽ മുന്നേറാം. ഞാൻ എൻ്റെ ശബ്ദം ആര് കേട്ടാലും പ്രശ്നമില്ല. ചിലപ്പോൾ ഞാൻ പാടുന്നത് വലിയ ഭംഗിയൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടിയാ. എൻ്റെ കയ്യടിയൊക്കെ മറ്റുള്ളവർക്ക് കേട്ടാൽ അവർ പറയും ഇതെന്താ തല്ലി പൊട്ടിക്കുന്നതെന്നൊക്കെ പറയായിരിക്കും. സാരമില്ല, എൻ്റെ കർത്താവിന് വേണ്ടിയാ. ഞാനൊന്ന് നൃത്തമൊക്കെ ചവിട്ടി ഡാൻസ് ഒക്കെ ചെയ്ത് മറ്റുള്ളവർ കണ്ടാൽ പറയുമായിരിക്കും ചിലപ്പോൾ അയ്യേ എന്ന് പറഞ്ഞ് നാണക്കേട് പറയായിരിക്കും. പക്ഷെ സാരമില്ലെന്നേ. അല്ലയ, എൻ്റെ ആരാധന കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അല്ലയ, ദാവീദ് നൃത്തം ചവിട്ടിയത് കണ്ടിട്ട് ദാവീദിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ലജ്ജ തോന്നി. ദാവീദ് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ദാവീദ് അവിടെ നിന്ന് നൃത്തം ചവിട്ടി. ഭാര്യ ചോദിച്ചു, അയ്യേ നാണക്കേടല്ലേ, രാജാവ് സാധാരണ ജനത്തിനെ പോലെ നൃത്തം ചവിട്ടുന്നു. ദാവീദ് ഇതൊന്നും നോക്കാൻ പോയില്ല. സിംഹാസനത്തിൽ വാഴാനായിട്ട് ദൈവം വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് വാഴണോ? ഇന്ന് അനുഗ്രഹം അനുഭവിക്കണോ? ഇന്ന് നന്മകൾ വെളിപ്പെടണോ? പുതിയ വർഷത്തിനകത്തേക്ക് കയറുന്ന നന്മ കൂമ്പാരത്തോടെ പിടിച്ചെടുത്തോണ്ട് വേണോ കയറാൻ? ലജ്ജയൊക്കെ ഒന്നെടുത്ത് ദൂരെ കളഞ്ഞേ. സ്തോത്രം. ഇടവും വലവും ഒക്കെ നോക്കാതെ ആരാധിക്കാനും ശബ്ദമുയർത്താനും കർത്താവിനെ മുറുകെ പിടിക്കാനും ഒക്കെ തീരുമാനമെടുത്തേ. 2, പഴയതിനെയൊക്കെ എടുത്തു ദൂരെ എറിഞ്ഞേച്ച് എനിക്ക് പുതിയത്, പഴയതെടുത്ത് എറിഞ്ഞാലേ പുതിയത് ധരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പറഞ്ഞ് എൻ്റെ പഴയതൊക്കെ എടുത്ത് ദൂരെ കളയുക, എനിക്കൊന്ന് പുതിയത് ധരിക്കണം. ഹല്ലിയ, എനിക്കൊന്ന് പുതുക്കം പ്രാപിക്കണം. പുതിയ വർഷത്തിലേക്ക് പുതിയതായിട്ട് എനിക്കൊന്ന് കയറണം. യേശു കർത്താവിന് ഇവന്റെ വിശ്വാസം കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. യേശു കർത്താവ് ഇവനെ അനുഗ്രഹിച്ചു. ഇവന്റെ കണ്ണിന് കാഴ്ച കിട്ടി. സ്തോത്രം. എന്നിട്ട് കർത്താവിനോട് പറയാ, ഹല്ലേലൂയ, നിന്റെ വിശ്വാസമാ നിന്നെ സുഖമാക്കിയത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ വിശ്വാസം വർദ്ധിക്കും തോറും നമ്മുടെ ലജ്ജയൊക്കെ ദൂരെ മാറിപ്പോകും. സ്തോത്രം. ഇന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് പഴയതിനെയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞേച്ച് ഹല്ലിയ, നല്ല ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും ദൈവരാജ്യത്തിനകത്ത് മുന്നേറാം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലിയ, എവിടെങ്കിലുമൊക്കെ 2 കാര്യങ്ങള് പഴയതൊക്കെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ആ പഴയതിനെയൊക്കെ എടുത്ത് ദൂരെ എറിയാൻ കർത്താവ് അങ്ങയുടെ ജനത്തിന് ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, സ്തോത്രം. വലിയ ധൈര്യത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ഹല്ലേലൂയ കർത്താവ് ധൈര്യപ്പെടുത്തണം. ഹല്ലേലൂയ. പഴയത് എടുത്തു കളഞ്ഞു ഹല്ലേലൂയ ധൈര്യത്തോടെ മുന്നേറുവാൻ, ബലാത്കാരികൾക്ക് സ്വർഗരാജ്യം ഹല്ലേലൂയ ലഭിക്കാൻ വേണ്ടി, സ്തോത്രം, ദൈവരാജ്യം വർദ്ധിക്കാൻ, ബലാത്കാരികളിലൂടെ വർദ്ധിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലജ്ജയൊക്കെ ഉരിഞ്ഞു മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ള ധൈര്യം അങ്ങ് പകരുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണം, നന്മയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ